ഇന്നലെയാണ് അനുമോളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പയ്യൻ്റെ പേരുണ്ടെങ്കിൽ ഭുവനേഷ് എന്നാണ്. പെട്ടെന്നുണ്ടെങ്കിൽ ഇത്രയും ചെറിയ രീതിയിലാണ് കല്യാണമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഒരുപാട് ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ തള്ളിക്കയറി വരുന്ന അടിയും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവിടെ ഉണ്ട്, ഇല്ലെന്നൊന്നുമല്ല. എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആഡംബരമോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ കുറച്ച് രീതിയിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും ഗുരുവായൂർ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ പയ്യനെ കുറിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടില്ലായിരുന്നു. ആ സമയത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അനുമോള്. ഷിയാസ് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ നിന്നൊന്നും ഉള്ള ആളല്ലെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഭുവനേഷ് ഉണ്ട് ഈ തമിഴ്നാട്ടിൽ അവിടുത്തെ റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുത്ത് മോഡലിംഗ് അങ്ങനത്തുള്ള ഒരുപാട് കാര്യങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ഫീൽഡിലല്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഇവിടെ കേരളത്തിലല്ലെന്ന് മാത്രമേ ഉള്ളൂ, തമിഴ്നാട്ടിലും ഇതേ എൻ്റർടൈൻമെൻറ്റ് ഫീൽഡിൽ തന്നെയാണ്. അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇവർ ഇതേ കണക്ക് മാരേജ് കിടന്നത് ലവ് മാരേജ് ആയിരിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അനുമോളുടെ അടുത്ത് ചോദിച്ചപ്പോൾ അനുമോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ലവ് മാരേജ് ഒന്നും അല്ല, അറേഞ്ച് മാരേജ് എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർ അങ്ങനെ കണ്ട് മീറ്റ് ചെയ്ത് ഇത് കണക്ക് ലവ് മാരേജ് അല്ലാതെ അറേഞ്ച് മാരേജ് ആയി നടക്കാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ ആയിരിക്കും. എന്തായാലും അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുണ്ടെങ്കിൽ ലവ് മാരേജ് അല്ല അറേഞ്ച് മാരേജ് ആണെന്നുള്ള രീതിയിലായിരുന്നു. എന്തായിരുന്നാലും രണ്ടുപേർക്കും നല്ല സന്തോഷം എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്.